പ്രവാസലോകത്തെ വാർത്തകൾ. UAE പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കും. നിലവിലുള്ള കരാറുകളും സഹകരണവും ശക്തിപ്പെടുത്തുന്നതും പുതിയ സഹകരണ മേഖലകൾ തുറക്കുന്നതുമാകും സന്ദർശനമെന്ന് പ്രതീക്ഷ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിലെത്തും. UAE പ്രസിഡന്റ് ഇന്ത്യയിലുണ്ടാവുക 2 മണിക്കൂർ മാത്രമെന്ന് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഉടൻ അദ്ദേഹം മടങ്ങും. ഇന്ത്യയും UAEയും തമ്മിൽ നിലവിലുള്ള കരാറുകളും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് UAE പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം. പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ 3ാമത്തെ ഇന്ത്യ സന്ദർശനമാണിത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധ വ്യവസായം, ഊർജ്ജ സംരംഭങ്ങൾ എന്നിവ ചർച്ചകളിൽ പ്രധാന അജണ്ടയാകും. 2022 ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, പ്രാദേശിക കറൻസിയിലുള്ള ഇടപാടുകൾ, നിക്ഷേപ ഉടമ്പടികൾ എന്നിവയിലെ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ മുന്നിൽ. 5 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് ശ്രീലങ്ക സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ ആകെ 2.3 ദശലക്ഷം വിനോദസഞ്ചാരികൾ എത്തിയതായി ടൂറിസം അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണ്. 5,31,511 ഇന്ത്യക്കാരാണ് 2025 ശ്രീലങ്ക സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. UK ആണ് 2ാം സ്ഥാനത്ത്. 21,277 പേരാണ് UKയിൽ നിന്ന് ശ്രീലങ്കയിലെത്തിയത്. പ്രതിമാസം ശരാശരി 23% ഇന്ത്യക്കാരുടെ വരവ്. ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത്. 56,715 പേരാണ് ഡിസംബറിൽ ശ്രീലങ്ക സന്ദർശിച്ചത്. മൊത്തം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 92.7% യൂറോപ്പ്, ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നാണ്. ഇതിൽ 51.3% യൂറോപ്പിൽ നിന്നാണ്. 2026 ആദ്യ 15 ദിവസങ്ങളിൽ 1,31,898 വിനോദസഞ്ചാരികൾ ഇതിനകം രാജ്യം സന്ദർശിച്ചിട്ടുണ്ടെന്ന് ടൂറിസം വികസന അതോറിറ്റി പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ അനധികൃത താമസക്കാർ, തൊഴിൽ നിയമ ലംഘകർ എന്നിവർക്കെതിരെ കർശന നടപടി. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനുവരി 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 14,621 അനധികൃത താമസക്കാരെ രാജ്യത്ത് നിന്ന് നാടുകടത്തിയതായി മന്ത്രാലയം അറിയിച്ചു. ഇതോടൊപ്പം തുടർച്ചയായ പരിശോധനകൾ 18,054 പേരെ അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാകുമെന്നും നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ സേനയും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളും ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. 11,343 പേർ താമസരേഖകളില്ലാതെ രാജ്യത്ത് തുടർന്നവരാണ്. തൊഴിൽ നിയമം ലംഘിച്ചത് 2,853 പേരും അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചത് 3,858 പേരുമാണ്. കൂടാതെ രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 1,491 പേരെയും പിടികൂടി. അനധികൃത പ്രവേശനം, താമസം, തൊഴിൽ എന്നിവയ്ക്ക് സഹായം നൽകിയ 23 പേരെയും അറസ്റ്റ് ചെയ്തു. ഇത്തരക്കാർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും വാഹനങ്ങൾ, സ്വത്തുക്കൾ പിടിച്ചെടുക്കലും ഉൾപ്പെടെയുള്ള കനത്ത ശിക്ഷകൾ നേരിടേണ്ടി വരും. സൗദി അറേബ്യയുടെ വിഷൻ 2030ന്റെ ഭാഗമായി തൊഴിൽ വിപണിയും ഇമിഗ്രേഷൻ നിയമങ്ങളും കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് തുടർച്ചയായ പരിശോധനകൾ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.